അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഹിബ്ബീങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് അടുത്തു വരികയാണ്. ഹബീബായ തങ്ങളുടെ 1500-ാമത്തെ ജന്മദിനമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ സമയത്ത് വിശ്വാസികൾ ഏറെ സന്തോഷിക്കുകയും അവരുടെ മനസ്സിൻ്റെ അടിത്തട്ട് സൂക്ഷിച്ചു വച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു മുഹൂർത്തമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വലിൽ വിനീതനായ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകളെ കൊണ്ട് ഏറെ നമുക്കൊക്കെ സുപരിചിതമായ മങ്കൂസ് മൗലിദ് നമ്മളെപ്പോഴും എല്ലാ പ്രോഗ്രാമുകളിലും പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു മൗലിദാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ആ മങ്കൂസ് മൗലിദ് അതിൻ്റെ ഹദീസുകളും അതിൻ്റെ ബൈത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ക്ലാസ് മുത്തുനബിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വരും ദിവസങ്ങളിൽ ചെറിയ രൂപത്തിലുള്ള ഒരു വീഡിയോ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസിദ്ധീകരിക്കുകയും നിങ്ങളെല്ലാം ആ ക്ലാസ്സുകൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ മനസ്സിലാക്കാനുള്ള സമയവും സന്ദർഭവും ഉണ്ടാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മങ്കൂസ് മൗലിദ് നമുക്കൊക്കെ സുപരിചിതമാണ്. നമ്മുടെ നാടുകളിൽ സാധാരണയായി ചൊല്ലിവരാറുള്ള ഈ മങ്കൂസ് മൗലിദ് 500-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിലെ വലിയ മഖ്ദൂം തങ്ങൾ രചിച്ചതാണ്. 1000-ഓളം വർഷങ്ങൾ പഴക്കമുള്ളതും മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രചിച്ചതുമായ സുബ്ഹാന മൗലിദിൽ നിന്നും മറ്റും ചുരുക്കി എടുത്തതിനാലാണ് ഇതിന് മങ്കൂസ് മൗലിദ് അഥവാ ചുരുക്കപ്പെട്ടത് എന്ന പേര് വരാൻ തന്നെ കാരണം. പൊന്നാനിയിലും പരിസരങ്ങളിലും ഒരു കാലത്ത് ശക്തിയായി കോളറ പടർന്നു പിടിച്ചു. തുടർച്ചയായ മരണങ്ങൾ കാരണം മയ്യത്ത് കബറടക്കാൻ പോലും പ്രയാസം നേരിട്ടിരുന്നു. ഒന്നിന് പിറകെ മറ്റൊന്നായി മരണരംഗം കണ്ട് നാട്ടുകാരെല്ലാം പേടിച്ച് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ സമീപിച്ചു. ആ സമയത്ത് മഹാനവറുകൾ രചിച്ച് ഈ മൗലിദ് വീടുകൾ തോറും ചൊല്ലുവാനും ഭക്ഷണം കൊടുക്കുവാനും മഹാനവറുകൾ നിർദ്ദേശിക്കുകയാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഈ നിർദ്ദേശം അവർ സ്വീകരിക്കുകയും ഏതാനും ദിവസങ്ങൾക്കകം അത്ഭുതകരമായി ഈ രോഗം വിട്ടുമാറുകയും ജനജീവിതം സാധാരണ പോലെയാവുകയും ചെയ്തു. അന്നു മുതൽ കേരളക്കരയിൽ ഏത് രോഗങ്ങൾ പിടിപെട്ട ദിക്കുകളിലേക്ക് എല്ലാം പ്രധാന പ്രതിവിധിയായിട്ട് മങ്കൂസ് മൗലിദ് ചൊല്ലിവരുന്നു. രോഗങ്ങൾക്ക് പ്രതിവിധി എന്നതിലപ്പുറം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനമാണ് മങ്കൂസ് മൗലിദ്. മുത്തുനബിയോടുള്ള സ്നേഹത്തോടെ വിശ്വാസികൾ ആത്മാർത്ഥമായി മൗലിദ് ചൊല്ലി വരുന്നു. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജന്മമാസമായ റബീഉൽ അവ്വലിൽ മുഹിബ്ബീങ്ങൾ ആവേശത്തോടെ മങ്കൂസ് മൗലിദ് ചൊല്ലി വരികയാണ്. ഇങ്ങനെയൊക്കെ വലിയ മഹത്വമുള്ള മങ്കൂസ് മൗലിദ് ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം ഇത് ചൊല്ലാനും ഇത് ചൊല്ലുന്നത് കേൾക്കാനൊക്കെ ഒരു ആവേശം ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു നിലക്ക് നമുക്ക് മുത്തുനബിയുടെ മദ്ഹുകൾ ഏറെ നമ്മുടെ ഖൽബിലേക്ക് ഒന്നും കൂടി ആയത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മദ്ഹുകൾ അതിൻ്റെ അർത്ഥസഹിതം നമ്മളിവിടെ പ്രതിപാദിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സുകൾ പരമാവധി കേൾക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി കബൂലാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ ഇത് കാരണമാക്കി തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.